ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഇതേപോലെ ഒരു സിമ്പിൾ ആൻഡ് ഗ്ലോയി പാർട്ടി മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ് വേണ്ടതെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ക്ലെൻസിങ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എംബ്രോയിലേഴ്സിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ല പേഴ്സണൽ യൂസിനും ബ്രൈഡൽ മേക്കപ്പ് കിറ്റിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മോയ്സ്ചറൈസറാണല്ലോ നമ്മുടെ മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ സ്കിന്ന് നല്ല പ്ലംബി ആയിട്ടിരിക്കാനും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനും മേക്കപ്പ് നല്ല ഡ്യൂയി ഫിനിഷ് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്ത് കൊടുക്കുക ഓരോ സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റിങ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ് കേട്ടോ. ഇത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ പോസുള്ളിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഷിമ്മറിങ് ആയതുകൊണ്ട് തന്നെ ഓവറായിട്ടാണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ഗ്ലോവി മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൈമർ തന്നെ ചൂസ് ചെയ്തത്. ഇത് നല്ല ഒരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു പ്രൈമറാണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഹൈലൈറ്റിംഗ് പ്രൈമർ. ഇനി നമുക്ക് വേണ്ടത് കൺസീലറാണ്. കൺസീലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എല്ലഗൻ്റെ കൺസീലറാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടുള്ളിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഡാബ് ചെയ്ത് ബ്ലെൻഡാക്കി കൊടുക്കുക. ഇത് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഒന്നും കൂടെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. കൺസീലിങ് ചെയ്തിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ നാസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ടേഷനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഓൺലൈനിലായിട്ടൊന്നും വാങ്ങിക്കാതിരിക്കുക. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റേതായ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ ടോണ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം ഫൗണ്ടേഷനൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇനി അടുത്തത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ. ഈ ബ്ലഷും തന്നെ ഒരു ഷിമ്മറിങ് വിത്ത് ബ്ലഷാണ് വരുന്നത്, പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഐ മേക്കപ്പാണ് കേട്ടോ. ഐ മേക്കപ്പിന് ആദ്യം തന്നെ നമ്മുടെ ഐലിഡിന് നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് അതിന് മുകളിലാണ് കേട്ടോ പിന്നെ ഐ ഷാഡോ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ചൂസ് ചെയ്തത് ഒരു ബ്രൗൺ ഷെയ്ഡും ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഷാഡോ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐലിഡിന് മുകളിലേക്ക് ബ്ലെൻഡായി പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഐ ഷാഡോ നമ്മൾ ബ്രഷിലാക്കുന്ന സമയത്ത് ഓവർ ടിൻഡ് ആവാൻ സാധ്യതയുണ്ട്. ആ ടിൻഡ് ഒന്ന് ഐ ഷാഡോ പാലറ്റിൽ തന്നെ ഒന്ന് ബ്രഷ് ടാപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മുടെ ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐ ഷാഡോ ഇട്ട് കൊടുത്തതിന് ശേഷം അതേ സെയിം ഐ ഷാഡോ തന്നെ ആ കണ്ണിന് താഴേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഒരു ഐ മേക്കപ്പിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ് കേട്ടോ. ഐലൈനറിന് പകരം ചിലർ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ. അതിന് പകരം നമ്മൾ ഐലൈനറിനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഐലൈനർ ചെയ്യുന്ന സമയത്ത് ജെൽ ഐലൈനറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ പാടായിരിക്കും. അപ്പോൾ അതിന് പകരം പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ഐലൈനർ സ്റ്റിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് കണ്ണിന് താഴെ ജസ്റ്റ് ബ്ലാക്ക് കളറിൽ ഐ ഷാഡോ എടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാജലും എഴുതുന്നുണ്ട്. ഈ വീഡിയോയിൽ അതൊന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഐ മേക്കപ്പിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് മസ്കാര അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മേക്കപ്പ് ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യാം. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിപ് ബാം വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലിപ് ലൈനർ യൂസ് ചെയ്യുക. ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മളത് ലിപ്പിൽ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ 2 ഷെയ്ഡ് വരുന്നത് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനറൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ ഫില്ലിംഗ് ആണ് കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ബ്ലാക്ക് കളർ ഷെയ്ഡ് എടുക്കാൻ പാടില്ല കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്. ഐബ്രോ ജെല്ല് ബ്രഷിലാക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ബ്രഷിലാക്കാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് തന്നെ നമ്മൾ മുഴുവനായിട്ട് ഐബ്രോ ഫില്ലാക്കി എടുക്കുക.
അങ്ങനെ ഒരു മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യാണ്. ഇത് PSCൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണിത്. ഇപ്പോൾ മേക്കപ്പൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പാർട്ടി മേക്കപ്പ് ലുക്കല്ലേ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരുങ്ങാം. അപ്പം എൻ്റെ അടുത്തുള്ള ചെറിയ രീതിയിലുള്ള ഓർണമെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേക്കപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള മേക്കപ്പ് ടിപ്സൊക്കെ ഇനി ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.